ക്വസ്റ്റ്യൻ സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 248. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ് ശരി. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 293 ആകുന്ന. അപ്പം സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും എന്നതും ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 293 ആണ്. അടുത്തത് ട്രേഡ് യൂണിയൻ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെയിലെ ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഇവിടെ ശരിയായ പ്രസ്താവന 3, 4 ശരിയായ പ്രസ്താവന. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാം ഭേദഗതി നഗരപാലിക ബില്ല് നടപ്പിലാക്കി. 73 ഭേദഗതി എന്ന് പറയുക പഞ്ചായത്ത് രാജ് സമ്പ്രദായം, 74 ഭേദഗതി നഗരപാലിക ബില്ല് നടപ്പിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറഞ്ഞവ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് എയും ബിയും ആണ് ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. അടുത്ത ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളവയെ യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഈ 3 പ്രസ്താവനകളും യോജിക്കാത്ത പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന. ഇവിടെ യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് 3ാമത്തെ പ്രസ്താവനയാണ് യോജിക്കാത്ത പ്രസ്താവന. അതായത് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇത് നയങ്ങളെ 2ആയിട്ട് തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ പരിഷ്കരണങ്ങളും. സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ പരിഷ്കരണങ്ങളും. സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെക്കുന്നത്. അതായത് സുസ്ഥിരമാക്കൽ നടപടികൾ അടവുശിഷ്ടത്തിൽ അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് സുസ്ഥിരമാക്കൽ നടപടികൾ ലക്ഷ്യം വെക്കുന്നത്. അടുത്ത ഘടനാപരമായ പരിഷ്കരണങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഘടനാപരമായ പരിഷ്കരണങ്ങളിൽ പ്രധാന ലക്ഷ്യമെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് 3ഉം ശരിയാണ്. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. നീതി ആയോഗം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂട് രൂപപ്പെടുത്തലും, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. അടുത്ത ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് 2024 ഓഗസ്റ്റ് 28 നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന 2024 ഓഗസ്റ്റ് 28 നിലവിൽ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നൽകിയിരിക്കുന്ന തെറ്റായ പ്രസ്താവന. ഇവിടെ തെറ്റായ പ്രസ്താവന 1ഉം 2ഉം പ്രസ്താവന തെറ്റാണ്. ശരിയായിട്ടുള്ളത് 3ഉം 4. അത് വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുക, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു.